നീയും മീരയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറിയെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് ആശ്വാസമാണ്. നിങ്ങൾ തമ്മിലാകുന്നത് ഞാൻ കാരണമായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. പിന്നെ ജോലിയുടെ കാര്യത്തിൽ നീ കുറെ കൂടെ സംയമനം പാലിക്കണം. ഈ ചോരത്തളപ്പും പിടിവാശിയും കൊണ്ടൊന്നും പോലീസിൽ പിടിച്ചിരിക്കാനൊക്കത്തില്ല. വണങ്ങേണ്ടവരെ വണങ്ങണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. IG തോമസ് സാറ് നല്ല ആളാ, ഫോഴ്സിലെ ഏറ്റവും നല്ല ഓഫീസറാ. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് നീ കേൾക്കണം. എന്തെങ്കിലും ഒരു കെടുതി പറ്റിയാൽ അദ്ദേഹം നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളും. അച്ഛനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ ആരാ പ്രൊട്ടക്ട് ചെയ്തത്? അത് പിന്നെ ബാലഗോപാലൻ സാർ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. യഥാർത്ഥ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല അച്ഛാ. അത് നമ്മൾ തന്നെ പരിഹരിക്കണം. ഞാൻ നിന്നോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വീടിന്റെ പരിസരത്ത് മഫ്റ്റിയിൽ 3-4 പോലീസുകാരെ കണ്ടു. എന്താ കാര്യം? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനും പോലീസുകാരനായിരുന്നില്ലടാ 29 വർഷം. എനിക്ക് ഭീഷണിയുണ്ടല്ലേ? എന്താ അലക്സ്? സർ, പാറമട സുഭാഷിനെയും ജയപ്രതാപിനെയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് സർ. അവർ നാഗർകോവിൽ ഒരു കോളനിയിലുണ്ട്. അവർക്ക് അവിടെ ചില ലോക്കൽ ഗുണ്ടകളുടെ സഹായവുമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നു. ശരി സർ. DCP നമ്മെ ഇടം തിരിഞ്ഞു പോയി. സംഭവം നടന്ന രാത്രി
നടന്നോക്കെ ഒന്ന് പറ, വിത്ത് എവറി സിംഗിൾ ഡീറ്റെയിൽ. ക്രിക്കറ്റ് ലീഗിലെ കേരള ടീമിനെ അനൗൺസ് ചെയ്ത പത്രസമ്മേളനം കഴിഞ്ഞ് സൈമണിന്റെ വക വിഴിഞ്ഞത്തെ ക്ലൗഡ്9 റിസോർട്ടിൽ ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. പാർട്ടി തീർന്നപ്പോ മണി 1 സൈമൺ എന്നോടും ജയനോടും അയാളോടൊപ്പം അയാളുടെ ഫാം ഹൗസിൽ കൂടാൻ പറഞ്ഞു. സൈമൺ എന്റെ കൂടെ വന്ന് വണ്ടിയിൽ കയറി. അവൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് വാശി പിടിച്ചു. ഓക്കെ, ഞാൻ ഇവരെ വിട്ടിട്ട് വരാം. ബൈ, ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. ഭായ് ഭായ് ഭായിന് വണ്ടി ഓടിക്കണ്ട, ഫിറ്റാ, ഞാൻ ഓടിക്കാം. ഡാമിൻ, ഞാൻ തന്നെ ഓടിച്ചോളാം. നിർത്ത് ഭായ്, ഞാൻ ഓടിക്കാം. Get out of the vehicle. You swine. എന്നെ ബോസ് ചെയ്യുന്നു. പുറത്തിറങ്ങ്. ഭായ് ഞാൻ Get out. ഭായ് ഇറങ്ങാൻ. ഭായ് ഏയ് ഹലോ ഹലോ ജയ, നീ ഇവിടുന്ന് പുറപ്പെട്ടോ? ഞങ്ങളമ്മ ഉടക്കി എന്നെ വണ്ടി നിറക്കി വിട്ടു. ആ, ഞാൻ വഴി തന്നെ നിൽക്കുക. ഓക്കെ, വേഗം വാ, വേഗം. ഡേയ്, വണ്ടി അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാർത്തി കാണുന്ന എന്റെ പേടി. നീ വേഗം വണ്ടിയെട്. ഇവൻ വന്ന് എന്നെ പിക്ക് ചെയ്ത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് സൈമൺ ഓടിച്ചു പോയ എന്റെ വണ്ടി വഴി കിടക്കുന്നതാ. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി സാർ. സൈമൺ, 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 എന്ത് പറ്റി? സൈമൺ, എന്താ? ആരെ നിന്നെ കുത്തി? സൈമൺ, പറ. സൈമൺ, എന്തേലും പറ നീ. സൈമൺ, ആരാ? സൈമൺ, പോലീസ്. വിട്, വിട്, നമ്മുടെ സൈമൺ. മനസ്സറിയാതെ ഈ കേസിൽ അകപ്പെട്ടു പോയതാ സർ. ഞങ്ങൾ അറസ്റ്റ് പേടിച്ച ഞങ്ങൾ ഒളിവിൽ പോയത്. ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങാനായിരുന്നു പ്ലാൻ. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും ഞങ്ങൾക്കറിയില്ല സാർ. സാറിന് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം. സാർ എന്റെ മൊബൈൽ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. സംശയിക്കത്തക്ക ഒരു കോൾ പോലും അതിൽ കാണില്ല. സൈമണുമായി വഴക്കുണ്ടായി നിന്നെ വഴിയിലിറക്കിയതിന്റെ ഏകദേശം എത്ര നേരത്തിനകം ജയപ്രതാപ് നിന്റെ അടുത്ത് എത്തിക്കാണും? ഏകദേശം 1/2 മണിക്കൂർ സാർ. ശരിയാണോ? അതെ സർ. നിങ്ങൾക്ക് മാർട്ടിൻ ദിനർ എന്ന് പറഞ്ഞൊരാളെ അറിയോ? ഏയ്, അറിയില്ല സാർ. നിനക്കെന്താ സുഭാഷ്, വല്ലാത്തൊരു റിയാക്ഷൻ ചേഞ്ച്? ഇല്ല സാർ, ഒന്നുമില്ല. Sir, Niranjan has something important to brief you. യെസ് സർ, ജയപ്രതാപിനെയും പാറമട സുഭാഷിനെയും ചോദ്യം ചെയ്തതിൽ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് പറയാനുള്ളത് മോറോലെസ് നമുക്കിതുവരെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ദർ ഇസ് വൺ ഡെവലപ്മെന്റ്. ടെൽ മീ. സ്വന്തം നിരപരാധിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പാറമട സുഭാഷ് 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു, സാറ് വേണമെങ്കിൽ എന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചോളൂ. ദാറ്റ് മെയ്ഡ് മീ ക്യൂരിയസ്. സോ ഞാൻ അയാളുടെ കോൾ ലിസ്റ്റ് എടുത്തു. സൈമണുമായി ഒരുമിച്ച് വണ്ടിയിൽ കയറി പുറപ്പെട്ടതിന് ശേഷം കൊല നടക്കുന്നവരെയുള്ള ഏതാണ്ട് 45 മിനിറ്റുകൾക്കുള്ളിൽ സുഭാഷ് മൊബൈലിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജയപ്രതാപിനെ മാത്രമാണ്. തമ്മിൽ വഴക്കുണ്ടായപ്പോൾ സൈമൺ തന്നെ വണ്ടിയിൽ നിന്നും ഇറക്കി വിട്ടു എന്ന് പറയാൻ. ഇവിടെ എനിക്ക് മറ്റൊരു സാധ്യത തോന്നി. സൈമണുമായി വണ്ടിയിൽ കയറിയുടൻ സുഭാഷിന് ആർക്കെങ്കിലും ഒരു മെസ്സേജ് നൽകണമെങ്കിൽ അതിന് മറ്റൊരു മാർഗമുണ്ട്. എ വെരി യൂഷ്വൽ മെത്തേഡ്. ആരെയാണോ അലേർട്ട് ചെയ്യേണ്ടത് അയാളുടെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ കൊടുക്കുക. ഡയൽ ചെയ്ത് 1-2 റിങ്ങുകൾക്കുള്ളിൽ കട്ട് ചെയ്യുന്ന കോളുകൾ കോൾ ലോഗിൽ ഒരിക്കലും റിഫ്ലക്ട് ചെയ്യില്ല. പക്ഷേ സെൽ പ്രൊവൈഡർ സെർവറിലെ ലോഗ് ഫോൾഡറിൽ 14 ദിവസം വരെ അത്തരം ഡേറ്റ അവൈലബിൾ ആണ്. സുഭാഷിന്റെ സെല്ലിന്റെ ഒരു ഡീറ്റെയിൽ ലോഗ് സൈബർ സെല്ലിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 3 ഇൻ ദ ഫോൾഡേഴ്സ്. സൈമണുമായി യാത്ര തിരിച്ചോടൻ കൃത്യം 1:21 അവൻ 9946509770 എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ആർക്കാണ് മിസ് കോൾ കൊടുത്തത്? യു ട്രേസ് ദ നമ്പർ? യെസ് സർ. RDX അനിൽ, എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ. അയാളുടെ കേരള മൊബൈലിലേക്കാണ് സുഭാഷ് വിളിച്ചത്. സർ, കോറികളിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇല്ലീഗൽ ട്രാൻസ്പോർട്ടറായിട്ടായിരുന്നു അവന്റെ തുടക്കം. പിന്നെ ഈ ഗ്രൂപ്പ് രാമേശ്വരം വഴി ശ്രീലങ്കയിലേക്ക് RDX കടത്തി തുടങ്ങിയതോടെയാണ് RDX അനിൽ എന്ന വിളിപ്പേര് വീണത്. സുഭാഷിന്റെ കോറി ഇടപാടുകളിൽ അനിലിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തമിഴ്നാട് ഇന്റലിജൻസുമായി നമ്മൾ ബന്ധപ്പെട്ടു സർ. RDX അനിലിനെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും മാർട്ടിൻ ദിനകറാണ്. ഈ വിവരം ഞങ്ങൾ ഇപ്പോൾ ആരുമായി ഷെയർ ചെയ്തിട്ടില്ല.
എങ്ങനെയെങ്കിലും ഇത് ലീക്കായാൽ അനിൽ രക്ഷപ്പെടും. നിരഞ്ജൻ ഉദ്ദേശിക്കുന്നത് അനിലിനെ ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തുക എന്നതാണ്. Are you sure you can? യെസ് സർ, ഐ ക്യാൻ. Then good luck. താങ്ക് യു സർ.